ആറിഫ് ബാബു മുസ്ലിങ്ങളെ ജമാഅത്തെ ഇസ്ലാമിക്കാരെ തെമ്മാടികൾ എന്നാണ് വിളിച്ച്. തെമ്മാടി എന്ന് വിളിക്കുന്നില്ല, കാരണം തെമ്മാടികൾ ലജ്ജിക്കും. മുണ്ടാരി അവിടെ പ്രിയചേച്ചി, ഈ തെമ്മാടിത്തരം എന്ന് പറയുന്നത് ഒരു തെറ്റായ വാക്കാണോ? ഒരിക്കലുമല്ല. തെമ്മാടി എന്ന് പറഞ്ഞാൽ ഒരു റൗഡി, അതായത് മോശം പ്രവൃത്തികൾ ചെയ്യുന്ന, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്ന ഒരാൾ എന്ന അർത്ഥത്തിലാണ് തെമ്മാടിത്തരം കാണിക്കരുത്. പബ്ലിക്കായിട്ടിന്റെ ആൾക്കാർ ഒരു തെമ്മാടിത്തരം കാണിക്കരുത് എന്നൊക്കെ പറയില്ല. ആ ചെയ്യുന്നയാൾ എന്ന അർത്ഥത്തിൽ തെമ്മാടി. മറ്റു ക്രിസ്ത്യാനികളിൽ ഒരു തെമ്മാടിക്കുഴി എന്നൊക്കെ ഉണ്ടല്ലോ, അതായത് ആത്മഹത്യ ചെയ്യുന്നവരോ ദുർമരണപ്പെട്ടവരെ, പള്ളിയുമായി ബന്ധമില്ലാത്തവരെ അടക്കുന്ന തെമ്മാടിക്കുഴി എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് അത് തെറ്റല്ലേ? എന്താ തന്നെയാ അങ്ങനെ ചോദിച്ചത്? ഇന്നലെ ഒരു 2-3 ദിവസം മുമ്പ് ജനൻ ടിവിയിലെ ഒരു ചർച്ചയിൽ നമ്മുടെ RV ബാബു ജമാഅത്തെ ഇസ്ലാമിയെ തെമ്മാടികൾ എന്ന് വിളിച്ചു. ഒരു മാധ്യമ പ്രവർത്തകന്റെ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. മിണ്ടാതിരി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ട്. അത് കണ്ടായിരുന്നു? അല്ല, കണ്ടു. തന്നെ അത് ശരിക്കും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്താണ്? ബംഗ്ലാദേശിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി അക്രമം അഴിച്ചുവിടുന്ന ഒരു തീവ്രവാദ സംഘടന എന്നാണല്ലോ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ ആണ്. അപ്പോൾ ഈ RV ബാബു ജമാഅത്തെ ഇസ്ലാമിയെ തെമ്മാടി എന്ന് വിളിക്കുമ്പോൾ ഇന്ത്യയിലുള്ള ഒരു മുസൽമാന്, അത് ഇനി മാധ്യമ പ്രവർത്തകനല്ല ആരോ ആയിക്കൊള്ളട്ടെ, പ്രത്യേകിച്ച് അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണെന്നാണ് അതിൽ എഴുതി കാണിച്ചത്. അപ്പം പ്രത്യേകിച്ച് ഒരു മാധ്യമ പ്രവർത്തകനാകുമ്പോൾ അതിനെന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഈ അരിശം കൊള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലെ സർക്കാരിനെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സംഘടന ജമാഅത്തെ ഇസ്ലാമി. അതല്ലാതെ തന്നെ അതിന് മുസ്ലിം തീവ്രവാദ സംഘടന എന്ന് തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ തെമ്മാടി എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിരുന്നു എത്ര രൂക്ഷമായിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ചിലപ്പോൾ നമ്മളെ തെറി വിളിക്കാൻ വരും. എന്തിനാണ് നമ്മൾ സാധാരണ നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിം സഹോദരന്മാരെ അല്ല വിളിക്കുന്നത്, ബംഗ്ലാദേശിലെ സമാധാനകാംക്ഷികളായ മുസ്ലിം സഹോദരന്മാരെ അല്ല അത് പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി സംഘടനയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ തെമ്മാടി എന്ന് വിളിച്ചു. അതിന് അദ്ദേഹം വളരെ രൂക്ഷമായി ആവേശം കൊള്ളുകയായിരുന്നു. RV ബാബുവിനെതിരെ അദ്ദേഹം ശരി ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയായിരുന്നു എന്ന് വെച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കതെന്താ ഫീൽ ചെയ്തത്? ചേച്ചി പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ യൂനസ് അല്ല അവിടെ ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമാണ്. അവരുടെ തീവ്ര മത ആചാരങ്ങൾ അവിടെ കൊണ്ടുവരാനും ഷെയ്ഖ് ഹസീനെ പുറത്താക്കാനും ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ തിരിക്കാനും ഒക്കെയുള്ള ഗൂഢതന്ത്രങ്ങളാണ് ജമാഅത്തെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദുർഗാപൂജയ്ക്ക് ബംഗ്ലാദേശിൽ വിലക്കേർപ്പെടുത്തി എന്നുള്ള ചർച്ചയിലാണ് RV ബാബു ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോൾ തെമ്മാടികൾ എന്ന് വിളിച്ചത്. അതായത് അവിടെ ഹിന്ദുവിന് ഒരു തരത്തിലുമുള്ള സംരക്ഷണം ഇവർ ഭരിക്കുമ്പോൾ ഉണ്ടാകില്ല എന്ന് 100% ഇന്ത്യയിലെ ആളുകൾക്കറിയാം. ഹിന്ദുവിന്റെ കാര്യം മാറ്റിവെക്കൂ. ഷെയ്ഖ് ഹസീന ആരാ? ഹിന്ദുവാണോ? ഷെയ്ഖ് ഹസീന ഹിന്ദുവാണോ? അല്ല. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ അവിടെ ഒരു മുസ്ലിമായ അവിടുത്തെ ഭരണാധികാരിയാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് പോലും നാട് വിട്ട് ഓടേണ്ടി വന്നു. ഷെയ്ഖ് ഹസീനെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് ഹസീന ആദ്യമേ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ അവിടെ നിരോധിക്കുകയും അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ ജയിലിലടക്കുകയും ചെയ്തു, രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി. ഇദ്ദേഹം പറയുന്ന ആ മതപ്രേമം വെച്ചാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയും ഷെയ്ഖ് ഹസീനയും ഒരേ ഒറ്റക്കൈയായിട്ട് ഇരിക്കേണ്ടവരാണ്. പറയുന്നു ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ച് പറയുന്ന അതിനേക്കാൾ ആവേശത്തോടെയാണ് അദ്ദേഹം എന്താ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇന്ത്യയിലെ ചോറ് തിന്നുകൊണ്ട് എല്ലിന്റെ ഇടയിൽ കയറുന്ന ചില മുസ്ലിങ്ങൾക്ക് തീവ്രവാദ സംഘടനകളോടാണ് കുറച്ചുകൂടെ ഇഷ്ടം കൂടുതൽ. അവരിവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യ വിരുദ്ധമായ നിലപാടുകൾ പറയുകയും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കൊപ്പം നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അബ്ദുള്ള ആ ചർച്ചയിൽ ഇരുന്ന് പറയുന്നത് കേട്ടാൽ ഇപ്പൊ RV ബാബുവിനെ നമ്മൾ ന്യായീകരിക്കുന്നതല്ല. RV ബാബു ഒരു സംഘടനയുടെ ആളാണ്. അദ്ദേഹം എപ്പോഴും ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കും. അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരായിട്ടല്ല ജമാഅത്തേക്ക് വേണ്ടിയാണ്. പക്ഷെ അദ്ദേഹത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു സംഘടനയുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പറയും. അതെ, പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ഇതിൽ അബ്ദുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന് പറയുന്ന അബ്ദുള്ള ഈ തരത്തിലല്ല പ്രതികരിക്കേണ്ടത്. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ തന്ത്രങ്ങൾ മെനഞ്ഞ് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്ന അബ്ദുള്ളയെ എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല.
അങ്ങനെയാണെങ്കിൽ ജനം TV അവിടെ താഴെ എഴുതി കാണിക്കുമ്പോൾ ഓ അബ്ദുള്ള ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധി എന്ന് കാണിച്ചാൽ മതിയായിരുന്നു. ഓക്കെ. അല്ലാതെ ഇന്ത്യയിലെ ഒരു മാധ്യമ പ്രവർത്തകനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ പുകഴ്ത്താനും അവരെ വിമർശിക്കുന്നവരെ അത് വളരെ നീചമായിട്ടാണ്. വിട്ടി പോട്ടെ, വിട്ടി എന്ന് വിളിച്ചോ, പക്ഷെ അങ്ങനല്ല. അടങ്ങിയിരിക്കും, മിണ്ടരുത്. എന്താ കണ്ടാൽ തന്നെ നമുക്ക് വളരെ അരഗണ്ടായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലായിരുന്നു അത്. അതിൻ്റെ വേറൊരു തമാശ, അതിൻ്റെ താഴെ മുസ്ലിം നാമധാരികളായ അക്കൗണ്ടുകളിൽ നിന്നും നിരവധി പേര് അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ട് ഓ അബ്ദുള്ളയ്ക്ക് സപ്പോർട്ടായിട്ട് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമ്മൾക്ക് ആശങ്ക ഉണ്ടാക്കേണ്ട കാര്യമാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയോട് ഒരുപാട് രാജ്യങ്ങൾക്ക് സൗഹൃദമുണ്ട് എങ്കിൽ പോലും കുറെ രാജ്യങ്ങൾ, ഇപ്പൊ ഇറാൻ ഉൾപ്പെടെയുള്ള വിദേശകാര്യ ബന്ധങ്ങളെല്ലാം തന്നെ ശക്തമായിട്ടുണ്ട്. പിന്നെ പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങൾക്ക്, മ്യാൻമാർ, അങ്ങനെ ചില രാജ്യങ്ങൾക്ക്, മാലിദ്വീപ്, രാവിലെ നമ്മൾ പറഞ്ഞ ഒരു വീഡിയോയില് അഫ്ഗാനിസ്ഥാൻ പോലും ഓഫറുകൾ, താലിബാൻ ഇപ്പോ ഇന്ത്യക്കൊപ്പം നിൽക്കാം, ഞങ്ങളുടെ സഹായം നിങ്ങളൊന്ന് സ്വീകരിക്കുമെന്ന് പറഞ്ഞ് കാല് പിടിക്കുന്നുണ്ട്. അപ്പൊ ചില രാജ്യങ്ങൾക്ക് ഇന്ത്യയോട് ഒരു എതിർപ്പുണ്ട്. അതിലൊന്നാണ് ബംഗ്ലാദേശ്. ഷെയ്ഖ് ഹസീനയോട് മാത്രമാണ് ഇന്ത്യക്ക് അടുപ്പമുണ്ടായിരുന്നത്. ബംഗ്ലാദേശിനോട് സൗഹൃദമുണ്ടെങ്കിൽ പോലും ബംഗ്ലാദേശിലെ പല പാർട്ടികളോട്, വലതുപക്ഷ പാർട്ടികളോടാണെങ്കിൽ പല പാർട്ടികളോടും ഇന്ത്യക്ക് അടുപ്പമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അമേരിക്ക ഫണ്ട് ഇറക്കി, പാകിസ്ഥാൻ ചുക്കാൻ പിടിച്ച്, ചൈന കൂടെ നിന്ന് ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയത്. എന്നിട്ട് യൂനസിനെ കൊണ്ട് പ്രതിഷ്ഠിച്ചു. പക്ഷേ യൂനസ് വന്നപ്പോൾ എല്ലാവർക്കും അറിയാം യൂനസ് അല്ല അവിടെ ഭരിക്കാൻ പോകുന്നത്. അവിടെ ഭരിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അവിടെ ഭരിക്കാൻ പോകുന്നത്. യൂനസ് കളിപ്പാവയാണെന്നുള്ളത്. അതുകൊണ്ടാണ് നിസ്കാര സമയത്ത് നിങ്ങൾ ദുർഗാപൂജ നടത്തരുത്, നിങ്ങൾ ദുർഗാപൂജയ്ക്ക് വിലക്കുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളുടെ അവസ്ഥ എന്തായിരിക്കും. ഇപ്പോൾ ഒരു ബംഗ്ലാദേശ് ഒരു മുസ്ലിം രാഷ്ട്രമാണെങ്കിൽ സ്വാഭാവികമായും അവിടുത്തെ മുസ്ലിങ്ങൾക്ക് അവർ സംരക്ഷണം നൽകും. 110 വർഷമായ ക്ഷേത്രങ്ങൾ അടിച്ചു തകർക്കുന്നു, ഹിന്ദുക്കളെ വലിയ രീതിയിൽ ക്രൂരമായി ഉപദ്രവിക്കുന്നു. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമാണ്. ഇന്ത്യയിൽ എല്ലാവരും ഒരുപോലെയാണ്. അങ്ങനെ ഒരു രാജ്യത്ത് ഇരുന്നു കൊണ്ടാണ് ഒ അബ്ദുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി വാദിക്കുന്നത്, ഘോരമായി അവരെ സംരക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒ അബ്ദുള്ളയെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് നാട് കടത്താനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. മെമ്പർഷിപ്പ് കൊടുക്കണം ഒ അബ്ദുള്ളക്ക് എന്നുള്ളതാണ് വേറൊരു കാര്യം. ഒ അബ്ദുള്ള പറഞ്ഞത് ഞാനും ഇതെല്ലാം പഠിച്ചു. അപ്പം ആങ്കർ ചോദിക്കുന്നുണ്ട് അവിടെ നടന്ന ക്രൂര കൊലപാതകങ്ങളൊന്നും കണ്ടില്ലായിരുന്നോ, ഹിന്ദുക്കളെയൊക്കെ ഇങ്ങനെ കൊല്ലുന്നത്. അപ്പോൾ ഞാൻ BBC എല്ലാം നോക്കി പഠിച്ചതാണ്. 7 പേര് കൊല്ലപ്പെട്ടതിൽ 4 പേർ മുസ്ലിങ്ങളും 3 പേർ ഹിന്ദുക്കളും. അദ്ദേഹം തന്നെ പറഞ്ഞതാണ് 4 പേർ മുസ്ലിങ്ങൾ. അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിങ്ങളെയും കൊന്നു എന്ന് അദ്ദേഹം എയറിൽ പറയുകയാണ്. അപ്പൊ ഈ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിങ്ങൾ, അപ്പൊ ഈ മരിച്ച മുസ്ലിങ്ങൾ ഇദ്ദേഹത്തിന് ഒരു സ്നേഹവുമില്ല. അദ്ദേഹത്തിന് ജമാഅത്തെ ഇസ്ലാം അതുമാത്രമാണ് അദ്ദേഹത്തിന് മൈൻഡ് മുഴുവൻ. അവരെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടി. ഇപ്പൊ പലസ്തീന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടെ രംഗത്ത്, ഹമാസിന് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരുണ്ട് ഇവിടെ. അപ്പോ ഒ അബ്ദുള്ള ഹമാസിന്റെ പേര് മുക്കി ഇസ്രായേൽ പാലസ്തീൻ ജനതയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പാലസ്തീനിൽ മാത്രമേ ജനതയുള്ളൂ, ഇസ്രായേലുള്ളവർ ജനങ്ങളല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പാലസ്തീനെ നശിപ്പിക്കുക എന്നുള്ളതൊന്നും അവരുടെ വിഷയമല്ല. ഹമാസ് ഇസ്രായേലിനെ ജീവിക്കാൻ അനുവദിക്കാത്തിടത്തോളം കാലം ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കും. അതാണ് ഇസ്രായേലിന്റെ ഒരു ലക്ഷ്യം. അവിടെയാണ് ഇവിടെ ഈ കേരളത്തിലുള്ളവരെ പാലസ്തീനുമായിട്ട് വരുന്നത്. അതെ, ഇവിടെ ഒ അബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന നിലപാടല്ല ഇവിടുത്തെ പല മുസ്ലിങ്ങൾക്കും ഉള്ളത്. ഇടതുപക്ഷ പ്രവർത്തകരും അവർക്കിപ്പോഴും 2045 മുസ്ലിം രാഷ്ട്രം വരണമെന്ന് ഇന്ത്യയിൽ ഇരുന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യക്കാർ എന്ന് പറയും. ഇപ്പൊ ഹിന്ദു സമൂഹം വരണമെന്ന് RSS പറയുന്നുണ്ട്. ഞങ്ങൾ ഇത് ഹിന്ദു രാഷ്ട്രമാക്കും, അതിനെ എതിർക്കും. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. രാജ്യമാണ്. ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണം. എല്ലാവർക്കും ഒരേപോലെ തുല്യ അവകാശത്തോടെ ഇറങ്ങി നടക്കാനും അവർക്ക് സ്വാതന്ത്ര്യത്തോടെ എല്ലാം ജീവിക്കാനുമുള്ള അവകാശം ഇന്ത്യയിൽ ഉണ്ടാവണം. അല്ലാതെ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകണമെന്നോ ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാകണമെന്നോ ആരും പറയുന്നില്ല. അങ്ങനെ പറയുന്നവരെ ആദ്യം ഇവിടെ നിന്ന് തല്ലി ഓടിക്കണം, അതാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇപ്പോൾ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് പറയുന്നവർ ഒരിക്കലും ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ സംസാരിക്കില്ല. അത്തരത്തിലൊരു നിലപാട് അവരെപ്പോഴും സ്വീകരിക്കും. പക്ഷേ ഇന്ത്യ മുസ്ലിം രാഷ്ട്രമാക്കണമെന്ന് പറയുന്നവർ എപ്പോഴും
പാകിസ്ഥാനോടൊപ്പവും മുസ്ലിങ്ങൾ കൂടുതലുള്ള മുസ്ലിങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഇന്ത്യയിലിരുന്ന് ഇന്ത്യക്കെതിരെ സംസാരിക്കുന്ന നിലപാട് വരുത്തിക്കോട്ടെ. നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാവും, മുസ്ലിം രാഷ്ട്രങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ പോലും ഇപ്പോൾ ഈ അബ്ദുള്ള നിന്നതുപോലെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. പക്ഷെ അവർ കാരണം കൊല്ലപ്പെട്ട 4 മുസ്ലിങ്ങളെ പറ്റി ഇവർക്ക് ആശങ്കയില്ല. അതിലെ തീവ്രവാദത്തിന് തീവ്ര നിലപാടുകൾ കൈകാര്യം ചെയ്യുന്ന സംഘടനകളോടാണ് ഇവർ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയം പ്രയോഗിക്കണം എങ്കിലേ ഇവർക്ക് അടിത്തറ ഉള്ളൂ. അപ്പോൾ അടിത്തറ ഉണ്ടാക്കാനായി ഇവർ ഏത് തീവ്രവാദ സംഘടനകളോടൊപ്പം ഇവർ ചേരും. അതായത് ഇവരുടെയൊക്കെ ലക്ഷ്യം ഇന്ത്യയെ തകർത്തുകൊണ്ട് പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ഒരു മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടി ജമാഅത്ത് അല്ല, അതിലും വലിയ ഭീകര സംഘടനയുണ്ടെങ്കിൽ അതിലൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും ഇവർക്കാർക്കും ഒരു മടിയില്ല. അതും ഇന്ത്യയിലിരുന്ന് ഇന്ത്യയുടെ ചോറ് തിന്നുകൊണ്ടാണ് ജമാഅത്തിനെ ന്യായീകരിക്കുന്നതെന്ന് പറയുമ്പോൾ ലേശം ഉളുപ്പ് വേണ്ടേടേ എന്ന് ചോദിക്കണമെന്നുണ്ട്. അതില്ലാത്തവരോട് നമ്മൾ ചോദിച്ചിട്ടും കാര്യമില്ല.